ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. വീഡിയോ തുടങ്ങുമ്പോൾ വളരെ ഹാപ്പിനെസ് ഒന്നും ഇല്ല എനിക്ക്. കാരണം ഇന്നലെ ഞാനൊരു മരണ വാർത്ത കേട്ടാണ് ശരിക്കും ഉറങ്ങിയത് തന്നെ. എനിക്ക് ഉറക്കം വന്നില്ല. ഇന്നലെ 2:30-3 മണി ഒക്കെ ആയി ഒന്ന് ഉറങ്ങുമ്പോൾ. കാരണം ഈ എനിക്ക് എന്താ വ്യക്തിപരമായിട്ടൊന്നും ഈ കുഞ്ഞുങ്ങളെയൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഉറക്കം കളയുകയാണ്. അപ്പോൾ ഈ സൊബീഹ് എന്ന് പറയുന്ന ഒരു കുട്ടി, ആളുടെ വയസ്സൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാളെക്കുറിച്ച്, ആ കുട്ടിയെക്കുറിച്ച് ഒരു കുറിപ്പ് ഞാൻ കണ്ടു. ആ കുറിപ്പ് വായിച്ചപ്പോൾ വല്ലാത്തൊരു ഹൃദയം പൊട്ടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഇന്നലെ ഞാൻ. എന്തായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ചില ആളുകൾ ദീനിന് വേണ്ടി സ്വന്തം ജീവൻ വരെ കളയുന്നു, അല്ലെങ്കിൽ ദീനിന് വേണ്ടി ദീനിയായ മക്കളായിട്ട് വളരാനായി ദർസിൽ പഠിക്കുന്നു. എന്നാൽ ഓപ്പോസിറ്റ് ചില ആളുകൾ ദീനീ ബോധമൊന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുമെന്ന് പറയുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ മരണം പോലും, അവർ മരിച്ചാൽ പോലും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു ദർസിൽ പഠിക്കുന്നൊരു കുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ടിട്ട് ശരിക്കും തൂവെള്ള വസ്ത്രം ധരിച്ച ഉസ്താദുമാരുടെ ഇടയിൽ കൂടെ ഒരു വെള്ള ആംബുലൻസ് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് ഒരു ചെറിയൊരു ശ്വാസമെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ജീവാംശമെങ്കിലും സുബൈഹിന് ഉണ്ടാവണേ എന്നാണ് അവിടെയുള്ള ഉസ്താദ് കുട്ടികളൊക്കെ വിചാരിക്കുന്നത്. കാരണം എല്ലാമായിരുന്നു ആ ദർസിലെ മർക്കസിലെ എല്ലാമായിരുന്നു സുബൈഹ്. അവന് എന്താ പറയുക, ശരിക്കും ഹക്കീം ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു ഫോട്ടോ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അതുപോലെ അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉള്ളുമ്പോൾ ഫുഡിൻ്റെ നേതൃത്വം വഹിക്കുന്നതൊക്കെ ഈ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് എൻ്റെയൊക്കെ അനിയൻ്റെ പ്രായമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സുബൈഹിനെ ഈ കുട്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ക്യാഷിൻ്റെ കാര്യങ്ങളാണെങ്കിലും, അതായത് അവിടുത്തെ ദർസിലത്തെ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ജോലി അവിടെ കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ സുബൈഹ്. അപ്പോൾ ഈ കുട്ടിയുടെ, ഈ സുബൈഹിൻ്റെ ഒരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കുക. ഇപ്പം ഞാൻ ആ കുറിപ്പിൽ വായിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയണം കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു, കഴിഞ്ഞ വർഷം പിന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുബൈഹിൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഒരാൾ 10,000 രൂപ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, ഇത് ആരും അറിയണ്ട, അത് നിങ്ങൾ വെച്ചോളി എന്ന് കൊണ്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് അത്യാവശ്യം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ ആ ഒരു സമയത്ത് തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉപ്പ ആ ഖബറിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ആ ഉപ്പ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്നുള്ള മരണം, ഈ പുഞ്ചിരി തൂകിയ ഈ കുഞ്ഞ് എന്താ പറയുക, ഈ രാവിലെ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മരിച്ചു. കഫാൻ പുടവ, ഈ എന്താ പറയുക, ആ ഒരു വെള്ള തുണിയില്ലേ, ആ തുണിയൊക്കെ വെള്ള തുണി പുതച്ച് പിന്നെ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കാണുമ്പോൾ ആർക്കാണ് സഹിക്കാൻ പറ്റുക അല്ലേ? എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനാണ് ദൈവമേ ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ നീ കൊടുക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് പ്രിയപ്പെട്ടവരെയാണ് വിളിക്കുന്നത്. ഇനി കുറച്ചു കാലം എനിക്ക് വേണ്ടി അവൻ സേവനം ചെയ്യട്ടെ. അങ്ങനെയായിരിക്കാം സുബൈഹിനെ ചിലപ്പോൾ ദൈവം വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ആശ്വാസവാക്ക് മാത്രമേ എനിക്ക് ആ കുടുംബത്തിനോട് പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ആശ്വാസവാക്കും ഒന്നിനും പകരമാവില്ല ആ കുടുംബത്തിന്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഞാൻ ആ ഒരു എഴുത്ത് ഞാനൊന്ന് വായിക്കുകയാണ് കേട്ടോ. ഇത് MA താനിശ്ശേരി എന്ന് പറയുന്ന പിന്നെ യൂട്യൂബിൽ ഉസ്താദിൻ്റെ ഫോട്ടോ, ഞാൻ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് വായിക്കാം. തൂവെള്ള വസ്ത്രം ധരിച്ച തലപ്പാവുകാരുടെ അകമ്പടിയോടെ ആ ആംബുലൻസ് കടന്നു വന്നു. കഫാൻ പുടവ ചുറ്റിയ ആ മയ്യത്ത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ മദ്രസ മുറ്റത്തേക്ക്. പ്രിയ കൂട്ടുകാരൻ ഹാഫിൽ സുബൈഹിൻ്റെ ജനാസ. 100 കണക്കിന് ആളുകൾ റോഡ് നിറയെ നീണ്ടു നിൽക്കുന്നു. പ്രിയ കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിതുമ്പുന്ന ചുണ്ടുകളോടെ, ഇടറുന്ന കൽബോടെ, കണ്ണീരിൽ കലങ്ങിയ കണ്ണുകളുമായി 100 കണക്കിന് കൂട്ടുകാർ. ഹാഫിലിങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, സദാത്യങ്ങൾ. ജനാസ സന്ദർശിക്കാൻ എത്തുന്ന ഓരോരുത്തരുടെ കണ്ണും കൽബും അത്രമേൽ കലങ്ങിയിരിക്കുന്നു. നീണ്ടു നിരയിലൂടെ ഒടുവിൽ ഞാനും അവൻ്റെ മയ്യത്തിൻ്റെ അരികിലേക്ക് എത്തി. എപ്പോഴും അവൻ്റെ മുഖത്ത് കാണാറുള്ള ഇളം പുഞ്ചിരി ഇന്നും ഞാൻ കണ്ടു. ആരും കൊതിച്ചു പോകും ഇങ്ങനെയൊരു മരണം, ഒരു മടക്കയാത്ര.
എത്ര ആളുകളാണ് അവൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുന്നത്, എത്ര ഹൃദയങ്ങളാണ് അവന് വേണ്ടി കണ്ണുനീർ പൊഴിച്ച് റബ്ബിനോട് തേടുന്നത്. അതുപോലെ ഒരു മരണം ആരാ ആഗ്രഹിക്കാത്തത്? റബ്ബേ, പ്രിയ പ്രിയ കൂട്ടുകാരൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ, ആമീൻ. ഇത് എഴുതിയത് സയ്യിദ് ഫർഹാൻ അഹദൽ അസ്ഹാരി, വടകര. അപ്പോൾ ഇനിയില്ല ആ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫീലായി. കാരണം എൻ്റെ ആരുമല്ല, പക്ഷെ എന്നിട്ടും നമുക്ക് അങ്ങനെ ഒരു സങ്കടം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലും ഒരു മനുഷ്യത്വമുണ്ട്. ഞാനും നീയൊക്കെ എന്താ പറയുക, ഒരമ്മ പെറ്റ മക്കളാണ്. അതിൽ വേദനകൾക്ക് മതവുമില്ല, വർഗീയതയുമില്ല, അല്ലേ? അതുകൊണ്ട് ഞാനും ആ ഒരു സങ്കടത്തിൽ ഞാനും ചേരുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും പ്രാർത്ഥിക്കുക സുബഹിന് വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.